ഇന്നൊരു നാടൻ കറിയാണ് നമ്മുടെ റെസിപ്പി. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ നമ്മൾ കഴിച്ചിട്ടില്ലേ, പക്ഷെ ഇതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ചേരുന്നുണ്ട്. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കോല്, പിന്നെ വെള്ളരിക്ക കൂടി ചേർത്തിട്ടുള്ള ഒരു നാടൻ കറിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വീഡിയോയിലേക്ക് പോയിട്ട് വേഗം തിരിച്ചെത്താം. ഇന്നൊരു നാടൻ കറിയാണ് കേട്ടോ. ചക്കക്കുരു, മുരിങ്ങാക്കോല്, വെള്ളരിക്ക, മാങ്ങ, ഇത് നാലും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ നാടൻ കറി. നാടൻ കറി തയ്യാറാക്കാനായിട്ട് പറഞ്ഞു തരുന്നത് മമ്മിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ചക്കക്കുരു തൊണ്ടെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുത്തത്, ഏകദേശം ഒരു 10-12 ചക്കക്കുരു ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെള്ളരിക്ക, ഒരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങയും ഒരു 2 കുഞ്ഞു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങയാണ് കേട്ടോ, ഇതിന് കളർ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുരിങ്ങാക്കോലും ഒരു 2 കോല് മുരിങ്ങാക്കോലാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കുക്കർ എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കേണ്ടത് നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ രുചി കൂടും. മൺചട്ടിയാണെങ്കിൽ രുചി കൂടുന്നത് മാത്രമല്ല, ആ ഒരു നാടൻ സ്റ്റൈൽ വേണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും മൺചട്ടി തന്നെ വേണം. ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുത്തിരിക്കുന്നു എന്ന് മാത്രം. കുക്കറിലേക്ക് നമ്മൾ വെള്ളരിക്ക ഇട്ടു, അതിന് മുകളിലേക്ക് ചക്കക്കുരു അരിഞ്ഞത് ചേർത്ത് കൊടുത്തു, അതിന് മുകളിലേക്ക് മുരിങ്ങാക്കോല് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് മൂന്നും വേവിച്ചെടുക്കാം. നമുക്ക് മാങ്ങ പിന്നീട് ചേർക്കാം. കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. കഷ്ണങ്ങളുടെ മുകളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കാരണം മല്ലിപ്പൊടി അധികം ഇതിന് വേണ്ട. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം വേണ്ട, കാരണം ഇതൊന്നും വെന്ത് വരാനുള്ള വെള്ളം മതി. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ കേൾക്കാനായി നമുക്ക് കാത്തിരിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനായിട്ടുള്ള തേങ്ങ തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചിരണ്ടി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ കറിയിൽ താളിക്കാനുള്ള മുളകും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും നമുക്ക് എടുത്തു വയ്ക്കാം. ചെറിയ ഉള്ളിയും വറ്റൽമുളകും നമുക്ക് ചെറുതായി നുറുക്കി അരിഞ്ഞു വയ്ക്കാം. എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മാങ്ങ കൂടി ഇടാം. മാങ്ങ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലോ, ആ മാങ്ങ കൂടിയിട്ട് ഒരു വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യാം. വെള്ളം ഉണ്ട് ആവശ്യത്തിന്, എന്നാലും വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും അതുപോലെ തന്നെ വെള്ളരിക്കയും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചതും അതിനൊപ്പം ആവശ്യത്തിന് വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1-2 തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി മൂത്ത് വരട്ടെ. ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു, മാങ്ങയും മുരിങ്ങാക്കോലും വെള്ളരിക്കയും വെന്ത് വന്നിരിക്കുന്നതിലേക്ക്, തേങ്ങ കൂടി നല്ല പാകമായി വന്നിരിക്കുന്നതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. റെഡി ആയി കഴിഞ്ഞു നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നാടൻ കറി. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കുക്കറിൽ. അതല്ല മൺപാത്രത്തിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു മൺപാത്രത്തിലേക്ക് നല്ല ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്യാം. എന്ത് രുചിയാണെന്നറിയോ ഈ നാടൻ കറിക്ക്. ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വയറ് നിറയും അല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നാടൻ കറിയാണ് ഇത്. ചിലർക്ക് അറിയായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പങ്കുവയ്ക്കുന്നത്. ചക്കക്കുരു, മാങ്ങയും മുരിങ്ങാക്കോലും അതുപോലെ വെള്ളരിക്കയും കൂടെ കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉഗ്രൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ കറിയാണിത്. മമ്മിയാണ് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.